ഹായ്, നമ്മള് ഫിസിക്സിലെ ഇലക്ട്രിസിറ്റിയിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബോർഡ് എക്സാമിന് ഏറ്റവും ടഫ് ആയിട്ട് വരുന്ന ഒരു ചാപ്റ്റർ ആണ് ഇലക്ട്രിസിറ്റി. അതും റെഡ്യൂസ് ചെയ്തിട്ട് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിരുന്നത് റെസിസ്റ്റിവിറ്റിയുടെ കുറച്ച് കാര്യങ്ങൾ, അതായത് റെസിസ്റ്റൻസിന്റെ സീരീസ് പാരലൽ കണക്ഷൻ ഒക്കെ ആയിരുന്നു. ബട്ട് ഈ സെഷനിൽ അതിനോട് കൂടിയിട്ട് അതിന്റെ റെസിസ്റ്റിവിറ്റി റോ എന്ന് പറയുന്ന കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യാം. അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് സെഷൻ ആണിത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ് us go. How is the resistivity of alloys compared with those of pure metals from which they may have been formed? നമുക്കറിയാം അലോയ്സ് പ്യുവർ മെറ്റൽ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രത്യേകത നമുക്ക് പറയാൻ പറ്റുക? കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് പറ്റും? യെസ്, റെസിസ്റ്റിവിറ്റി ഓഫ് എൻ അലോയ് ഈസ് ജനറലി ഹയർ ദാൻ ദാറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് മെറ്റൽസ്. നമുക്കറിയാം റെസിസ്റ്റിവിറ്റിന്റെ കാര്യം തന്നെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റിവിറ്റി ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം റെസിസ്റ്റിവിറ്റി അലോയ്സിന് എന്താണ്? കൂടുതലാണ് അല്ലെ? റെസിസ്റ്റിവിറ്റി അലോയ്സിന് കൂടുതലാണ്, ഹയർ ദാൻ ഓഫ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവന്റ് മെറ്റൽസ്. കോൺസ്റ്റിറ്റ്യൂവന്റ് മെറ്റൽസിനേക്കാൾ കൂടുതലാണ് റെസിസ്റ്റിവിറ്റി. അപ്പൊ നമുക്കറിയാം നിക്രോം എടുക്കുകയാണെങ്കിൽ നിക്രോം ഒരു അലോയ് ആണ്. അതിൽ ആഡ് ചെയ്തിട്ടുള്ള നിക്കലോ ക്രോമിയോ അതിനേക്കാൾ കൂടുതൽ റെസിസ്റ്റിവിറ്റി ആർക്കുണ്ട്? നിക്രോമിനുണ്ട്. സോ ലിസ്റ്റ് ദ ഫാക്ടേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ദ ഫാക്ടേഴ്സ് ഓൺ വിച്ച് ദ റെസിസ്റ്റൻസ് ഓഫ് എ യൂണിഫോം സിലിണ്ടറിക്കൽ കണ്ടക്ടർ ഓഫ് എ ഗിവൺ മെറ്റീരിയൽ ഡിപ്പെൻഡ്സ്. അതായത് ഇവിടെ ഫാക്ടേഴ്സ് ഓൺ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ്സ് എന്നാ പറഞ്ഞത്. റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ, അതുപോലെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഇത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചു വെച്ചിട്ടുണ്ട്. മാത്രല്ല പിന്നെയും പഠിച്ചിട്ടുണ്ട് നാച്ചർ ഓഫ് മെറ്റീരിയലും ടെമ്പറേച്ചറും. നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്ത് ചെയ്യാം? ആഡ് ചെയ്തിട്ട് ഇതിലോട്ട് കൊടുക്കാം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യൻ, ദ റെസിസ്റ്റൻസ് ഓഫ് എ വയർ 0.1 radius is 10 ohm. If the resistivity of the wire is 50 into 10 raised to minus 8 ohm meter, find the length of the wire എന്നാ പറഞ്ഞു. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, റെസിസ്റ്റൻസ് ഓഫ് എ വയർ 0.5 സെന്റിമീറ്റർ റേഡിയസ് ആണ്. സോ റേഡിയസ് തന്നിട്ടുണ്ട് 0.01 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇതിനെ മീറ്ററിലോട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഇതെന്താവും? 0.01 by 100. അപ്പൊ എന്താവും? 0.0001, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ 1 into 10 raised to minus 4 meter എന്ന് എഴുതി കൊടുക്കാം. ഇനി എന്താ? അപ്പൊ റേഡിയസ് കിട്ടി, റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് 10 ohm, റോ റെസിസ്റ്റിവിറ്റി തന്നിട്ടുണ്ട് 50 into 10 raised to minus 8 ohm meter. എന്നിട്ട് നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞ ലെങ്ത് ആണ്, ലെങ്ത് ഓഫ് ദിസ് വയർ. സോ ലെങ്ത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻ അറിയാം. എന്തായിരുന്നു ഇക്വേഷൻ? ഇക്വേഷൻ ഇതായിരുന്നു. നമുക്കറിയാം റോ ഈക്വൽ ടു, അല്ലെങ്കിൽ ആർ ഈക്വൽ ടു റോ എൽ ബൈ എ എന്നായിരുന്നു. ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എൽ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എൽ ഈക്വൽ ടു ആർ എ ബൈ റോ. ബട്ട് ഇവിടെ ഏരിയ തന്നിട്ടില്ല. ഏരിയ കണ്ടുപിടിക്കണം. ഇതൊരു സിലിണ്ട്രിക്കൽ കണ്ടക്ടർ ആണ് അല്ലെ? സിലിണ്ട്രിക്കൽ കണ്ടക്ടർ ആണ്. ഏരിയ എന്തായിരിക്കും? ഇതൊരു സർക്കിളിന്റെ ഏരിയ ആയിരിക്കും, പൈ ആർ സ്ക്വയർ ആയിരിക്കും. സോ ഏരിയ എന്ന് പറഞ്ഞാൽ പൈ ഇൻറ്റു ആർ സ്ക്വയർ. ആർ എന്ന് പറഞ്ഞാൽ 10 raised to minus 4 ആണ്. സോ അത് സ്ക്വയർ ചെയ്താൽ പൈ ഇൻറ്റു 10 raised to minus 8 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. സോ ആ 10 raised to minus 8 ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ റേഡിയസ് 10 ആണ്, ഇൻറ്റു പൈ ഇൻറ്റു 10 raised to minus 8 ബൈ റോ എന്താ കിട്ടിയിട്ടുള്ളത്? 50 ഇൻറ്റു 10 raised to minus 8. 10 raised to minus 8ഉം 10 raised to minus 8ഉം കട്ട് ചെയ്യാം. 0യും 0യും കട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 50 by 5. അപ്പൊ നമുക്ക് കിട്ടേണ്ട ലെങ്ത് ആണ് കേട്ടോ. ഇവിടെ നോക്കണേ, റോ അല്ല, ലെങ്ത് ആണ് ഇവിടെ വരുന്നത്. ലെങ്ത് എന്തായിരിക്കും വരുന്നുണ്ടാവുക? ലെങ്ത് റോ എ ബൈ പി ആണ്. സോ ലെങ്ത് കിട്ടി പൈ ബൈ 5.
വേണമെങ്കിൽ നമുക്ക് പൈന്റെ വാല്യൂ കൊടുക്കാം. പൈന്റെ വാല്യൂ കൊടുത്താൽ 3.14/5 ചെയ്താൽ എന്ത് കിട്ടും? ഏകദേശം 0.628 മീറ്റർ എന്ന് കിട്ടും. ഇതാണ് ലെങ്ത്. അപ്പൊ പൈന്റെ വാല്യൂ കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ബി ക്വസ്റ്റ്യന്റെ ആൻസറും കിട്ടിയിട്ടുണ്ട്. ഇത് ബോർഡ് എക്സാമിന് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് ഇത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ദ ഫാക്ടേഴ്സ് ഓൺ വിച്ച് ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഇൻ ദ ഷേപ്പ് ഓഫ് എ വയർ ഡിപ്പെൻഡ്സ്. നേരത്തെ ചോദിച്ച അതേ ക്വസ്റ്റ്യൻ തന്നെ. എന്താണ് കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്? ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവും ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ്. യെസ്, നമ്മളിപ്പോ പറഞ്ഞുള്ളൂ. ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, നാച്ചർ ഓഫ് ദ ടെമ്പറേച്ചർ. ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? നാച്ചർ ഓഫ് ദ കണ്ടക്ടർ, ടെമ്പറേച്ചർ, ഈ 4 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നത്? ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി വൈ ആർ മെറ്റൽസ് ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി വേറസ് ഗ്ലാസ് ഈസ് എ ബാഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി? ഗിവ് റീസൺ. മെറ്റൽസ് ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്, ബട്ട് ഗ്ലാസ് ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി അല്ല. എന്താ റീസൺ? അതാണ് പറയുന്നത്. മെറ്റൽസ് ഹാവ് ലോ റെസിസ്റ്റിവിറ്റി ആൻഡ് ഹെൻസ് ദേ ആർ ഗുഡ് കണ്ടക്ടേഴ്സ്. മെറ്റൽസിന് ലോ റെസിസ്റ്റിവിറ്റിയാ, ബട്ട് whereas glass has very high resistivity, so glass is a bad conductor of electricity. അപ്പൊ ഗ്ലാസിന് റെസിസ്റ്റിവിറ്റി ആണ് ഇവിടെ നോക്കുന്നത്, മെറ്റൽസിന് ലോ റെസിസ്റ്റിവിറ്റി ആണ്, ഗ്ലാസിന് ഹൈ റെസിസ്റ്റിവിറ്റി ആണ്. അതുകൊണ്ടാണ് മെറ്റൽസ് ഗുഡ് കണ്ടക്ടർ ആവാനുള്ള കാരണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വൈ ആർ അലോയ്സ് കോമൺലി യൂസ്ഡ് ഇൻ ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് ഡിവൈസസ്? ഗിവ് റീസൺ. നമുക്കറിയാം അലോയ്സ്, നിക്രോം ഒക്കെ ഇലക്ട്രിക് ഹീറ്റിംഗ് ഡിവൈസസിലൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എന്താ അതിന്റെ റീസൺ? റീസൺ ഇതാണ്. അലോയ്സ് ആർ കോമൺലി യൂസ്ഡ് ഇൻ ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് ഡിവൈസസ് ഡ്യൂ ടു ദ ഫോളോയിങ് റീസൺ. ഒന്നതാണ്, അലോയ്സ് ആർ ഹാവ് ഹയർ റെസിസ്റ്റിവിറ്റി ദാൻ മെറ്റൽ. മെറ്റൽസിനേക്കാൾ ഹയർ റെസിസ്റ്റിവിറ്റി ഉണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യില്ല, പെട്ടെന്ന് ഇത് മെൽറ്റ് ആയി പോവില്ല. അലോയ്സ് ഡു നോട്ട് ഗെറ്റ് ഓക്സിഡൈസ്ഡ് ഓൺ ബേൺ റെഡിലി. പെട്ടെന്ന് എന്ത് ചെയ്യില്ല, ഓക്സിഡൈസ് ആവില്ല. അതുകൊണ്ടാണ് നമ്മൾ അയൺ ബോക്സിലൊക്കെ അലോയ്സ് യൂസ് ചെയ്യുന്നത്. എത്ര ഹീറ്റ് ചെയ്താലും അലോയ്സിന് എന്ത് ചെയ്യില്ല, ഒന്നും സംഭവിക്കത്തില്ല. അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ റെസിസ്റ്റിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ ഓഫ് വയർ ഓഫ് ലെങ്ത് 1 മീറ്റർ, റേഡിയസ് ഈസ് 0.01 സെന്റിമീറ്റർ ആൻഡ് റെസിസ്റ്റൻസ് 20 ഓം. അപ്പൊ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, റെസിസ്റ്റിവിറ്റി ആണ്. റെസിസ്റ്റിവിറ്റി കാണാൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ റോ ഈക്വൽ ടു RA/L. ഇവിടെ എന്തൊക്കെയാ തന്നിട്ടുണ്ട് നോക്കുക. റേഡിയസ് തന്നിട്ടുണ്ട് 0.01 സെന്റിമീറ്റർ. ഇതിനെ നമ്മൾ നേരത്തെ ചേഞ്ച് ചെയ്തു, 10⁻⁻⁴ മീറ്റർ എന്നാക്കി. ഇതിന് നമുക്ക് ഏരിയ കണ്ടുപിടിക്കണം. ഇതൊരു മെറ്റീരിയൽ ഓഫ് വയർ ആണ്, അപ്പൊ സിലിണ്ട്രിക്കൽ ആണ്. സോ πr² എന്ന് വേണമെങ്കിൽ കൊടുക്കാം. π ഇൻറ്റു ആർ എന്താ, 0.4 ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കാം. അപ്പൊ എന്ത് കിട്ടും? π ഇൻറ്റു 10⁻⁸ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാം. റോ ഈക്വൽ ടു RA/L എന്ന് വരും. റോ ഈക്വൽ ടു RA/L എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് 20 ആണ്, ഇൻറ്റു ഏരിയ π ഇൻറ്റു 10⁻⁸ ബൈ L, ലെങ്ത് 1 ആണ്. സോ നമുക്ക് ഇതിന് എന്ത് ചെയ്യാം, 20 π ഇൻറ്റു 10⁻⁸ ഓം മീറ്റർ എന്നാണ് കിട്ടുക. എന്താണ് റെസിസ്റ്റിവിറ്റി? 20 π ഇൻറ്റു 10⁻⁸ ഓം മീറ്റർ. Next question, a copper wire has diameter 0.5 millimeter and resistivity 1.6 into 10⁻⁸ ohm meter. Calculate the length of this wire to make it resistance 100 ohm. How much does the resistance change if the diameter is doubled without changing its length? നമ്മളോട് ആദ്യം പറഞ്ഞിട്ടുള്ളത് കാൽക്കുലേറ്റ് ദ ലെങ്ത് ആണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പറഞ്ഞിട്ടുള്ളത് റെസിസ്റ്റൻസ് ഡയമീറ്റർ ഡബിൾ ആക്കിയാൽ റെസിസ്റ്റൻസിന് എന്ത് ചേഞ്ച് വരും എന്നാണ്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ലെങ്ത് കണ്ടുപിടിക്കാം. ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് റോ ഈക്വൽ ടു RA/L ആണെന്ന് അറിയാം. സോ ലെങ്ത് ഈക്വൽ ടു RA/ρ. അപ്പൊ ഇവിടെ റോയും റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്. റെസിസ്റ്റൻസ് എത്രയായി തന്നിട്ടുള്ളത്? 100 ഓം ആണ്. ദെൻ റോ ഈക്വൽ ടു 1.6 ഇൻറ്റു 10⁸ ഓം മീറ്റർ ആണ്. ബട്ട് നമുക്ക് ഏരിയ തന്നിട്ടില്ല, അത് കണ്ടുപിടിക്കണം. ഏരിയ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ റേഡിയസ് തന്നിട്ടുണ്ട്. റേഡിയസ് എത്രയാണ് തന്നിട്ടുള്ളത്? റേഡിയസ് ഡയമീറ്റർ ആണ് തന്നിട്ടുള്ളത്. ഡയമീറ്റർ 0.5 മില്ലിമീറ്റർ ആണ്.
അപ്പൊ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, മീറ്റർക്ക് മാറ്റാം. 0.5 ഇൻറ്റു 10⁻³ മീറ്റർ ആണ്. ഇനി ഈ പോയിന്റ് കളയാൻ വേണ്ടിയിട്ട് നമുക്ക് -3 ഒരു പൊസിഷനും കൂടി ചേഞ്ച് ചെയ്യാം. അപ്പൊ d ഈക്വൽ ടു 0.5നെ 5 ആക്കാം. അപ്പൊ അവിടെ എന്താവും, 10⁻³ -4 മീറ്റർ ആവും. ഇത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെയാണ്. ഇപ്പോ ഡയമീറ്റർ കിട്ടി. റേഡിയസ് കിട്ടാൻ വേണ്ടി ഇതിന്റെ ഹാഫ് 5/2 ഇൻറ്റു 10⁻⁻4 മീറ്റർ ആണ് റേഡിയസ്. എന്നിട്ട് നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം. അപ്പോ ആർ എന്ന് പറഞ്ഞാൽ 100 ഓം ആണ്. ഏരിയ കണ്ടുപിടിച്ചിട്ടില്ല. ഏരിയ എന്ന് പറഞ്ഞാൽ πr² ആണ്. സോ പൈ ഇൻറ്റു ആർ എന്താ 5/2 ഇൻറ്റു 10⁻⁻4 ഹോൾ സ്ക്വയർ ആണ്. സോ പൈ ഇൻറ്റു 5ന്റെ സ്ക്വയർ 25/10⁻⁻4 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10⁻⁻8 ആണ്. ഇതാണ് ഏരിയ വരുന്നത്. അപ്പൊ ആ ഏരിയ ഇവിടെ കൊടുത്താൽ 25 ഇൻറ്റു 10⁻⁻8/4. റോ എന്താ വരുന്നത്, 1.6 ഇൻറ്റു 10⁻⁻8. അപ്പൊ നമുക്ക് 10⁻⁸ -8ഉം 10⁻⁸ കട്ട് ചെയ്യാം. 10⁻⁸ 10⁻⁻8 കട്ട് ചെയ്തു. പിന്നെ നമുക്ക് എന്താ 100ഉം ഇതും കട്ട് ചെയ്താൽ 25 എന്ന് കിട്ടും അല്ലെ. 100/4 25. 25 ഇൻറ്റു 25 എന്താ 625/1.6 എന്ന് കിട്ടും. സോ ലെങ്ത് നമ്മളത് ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പൈ കൂടെ ഉണ്ട്, അത് ഇടാൻ നമ്മൾ മറന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു പൈ കൂടെ ഉണ്ട്, ഇൻറ്റു പൈ ഇൻറ്റു. അപ്പോ എന്തെങ്കിലും കിട്ടുക, പൈ എന്ന് പറഞ്ഞ പൈ ഇൻറ്റു 625/1.6 എന്ന് വരും. ഇതൊന്ന് ജസ്റ്റ് അപ്പുറത്തൊന്ന് എഴുതാം. എന്തായിരുന്നു ലെങ്ത് ലാസ്റ്റ് വരുന്നത്. അപ്പൊ ലെങ്ത് ഈക്വൽ ടു പൈ ഇൻറ്റു 625/1.6 എന്ന് കിട്ടും. പൈക്ക് നമുക്ക് 3.14 ഇൻറ്റു 625/1.6 കൊടുത്താൽ കിട്ടുന്നതായിരിക്കും ഫൈനൽ ആൻസർ. അപ്പൊ നമ്മളിത് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1226.5 മീറ്റർ എന്നായിരിക്കും ഫൈനൽ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടാവുക. ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക, അപ്പൊ കിട്ടുന്നുണ്ടാവും. ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് ബോർഡ് എക്സാമിന് വരുമോ എന്നുള്ള ഡൗട്ട് അടിച്ചിരിക്കണ്ട. ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, അപ്പൊ റെസിസ്റ്റിവിറ്റിന്റെ കേസ് എടുക്കുമ്പോൾ നിങ്ങൾ കുറച്ച് കാൽക്കുലേഷൻസ് അതിൽ വരുന്നുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ റെസിസ്റ്റൻസ് ഓഫ് എ വയർ 0.01 സെന്റിമീറ്റർ റേഡിയസ് ഈസ് 10 ohm if the resistivity of the material of wire is 50 into 10⁻⁻8 ohm meter. Find the length of the wire. ഇതേ സെയിം ക്വസ്റ്റ്യൻ ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മളിവിടെ 14th ക്വസ്റ്റ്യൻ 14B ക്വസ്റ്റ്യൻ അതന്നെ. അതായത് സെയിം ക്വസ്റ്റ്യൻ നമ്പർ പോലും മാറാതെ എന്ത് ചെയ്തിട്ടുണ്ട്, ബോർഡ് എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഇതിന്റെ ആൻസർ നമുക്ക് അവിടെ കിട്ടിയിരുന്നു. π/5 എന്ന് പറഞ്ഞത് 0.628 എന്ന് പറഞ്ഞ് ആൻസർ 14th ക്വസ്റ്റ്യൻ കിട്ടി. സെയിം മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇവിടെ നോക്കണേ, 2 LED ബൾബ്സ് ഓഫ് 12 watt and 6 watt are connected in series. If the current through 12 watt bulb is 0.06 ampere, the current through 6 watt bulb will be. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സീരീസ് ആയിട്ടാണ് നമ്മൾ ബൾബ് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ ബൾബും എല്ലാ റെസിസ്റ്റേഴ്സിലും എന്തായിരിക്കും, സെയിം കറണ്ട് ആയിരിക്കും. സീരീസിൽ സെയിം കറണ്ട്, പാരലിൽ സെയിം വോൾട്ടേജ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് നമ്മൾ. അതുകൊണ്ട് നിങ്ങൾ നോക്കണേ, 12 വാട്ട് ബൾബില് കറണ്ട് 0.06 ആണെങ്കിൽ 6 വാട്ട് ബൾബിൽ എത്ര തന്നെയായിരിക്കും കറണ്ട്, 0.06 ആംപിയർ തന്നെ ആയിരിക്കും. Because as they are connected in series, so the current is same in both the bulbs. സീരീസിലാണ് കണക്ട് ചെയ്യുന്നെങ്കിൽ അതിന്റെ ആൻസർ എന്താ, സീരീസിലാണ് നമ്മൾ കണക്ട് ചെയ്യുന്നെങ്കിൽ കറണ്ട് സെയിം ഇൻ ബോത്ത് ബൾബ്സ് എന്ന് നമുക്ക് പറഞ്ഞിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ അടുത്ത ക്വസ്റ്റ്യൻ, ദ മാക്സിമം റെസിസ്റ്റൻസ് വിച്ച് ക്യാൻ ബി മെയ്ഡ് യൂസിങ് 4 റെസിസ്റ്റേഴ്സ് ഈച്ച് ഓഫ് 2 ohm. നിങ്ങൾ ശ്രദ്ധിക്കണേ, മാക്സിമം റെസിസ്റ്റൻസ് ആണ് നമുക്ക് കിട്ടേണ്ടതെങ്കിൽ, മാക്സിമം റെസിസ്റ്റൻസ് കിട്ടണമെങ്കിൽ അതിനെ സീരീസിൽ കണക്ട് ചെയ്യണം.
ഇനി അഥവാ നിങ്ങൾക്ക് മിനിമം റെസിസ്റ്റൻസ് ആണ് കിട്ടണമെങ്കിൽ അതിനെ നിങ്ങൾ പാരലൽ ഇത് കണക്ട് ചെയ്യണം. അപ്പോ ഇതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. അപ്പോ എ ഗ്രൂപ്പ് ഓഫ് റെസിസ്റ്റേഴ്സ് ക്യാൻ പ്രൊഡ്യൂസ്ഡ് മാക്സിമം റെസിസ്റ്റൻസ് വിച്ച് ദേ ആർ ഓൾ കണക്റ്റഡ് ഇൻ സീരീസ്. നമ്മൾ എന്ത് ചെയ്യണം? സീരീസിൽ കണക്ട് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? സീരീസിൽ കണക്ട് ചെയ്താൽ മാത്രമേ മാക്സിമം. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള 4 റെസിസ്റ്റേഴ്സ് ഈച്ച് ഓഫ് 2 ഓം ആണ്. അപ്പൊ ഇതിനെ 2 ഓംസ് എങ്ങനെ കണക്ട് ചെയ്യണം? ദാ ഇതുപോലെ സീരീസിൽ കണക്ട് ചെയ്തിട്ട് കൊടുക്കണം. ഓക്കെ. 2 എല്ലാം കറക്റ്റ് സീരീസിൽ കണക്ട് ചെയ്യണം. സോ ഇത് 2 ഓം, ഇത് 2 ഓം, ഇത് 2 ഓം, ഇത് 2 ഓം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാക്സിമം റെസിസ്റ്റൻസ് എന്തായിരിക്കും വരിക? ഇവിടെ മാക്സിമം റെസിസ്റ്റൻസ് എന്തായിരിക്കും വരുന്നുണ്ടാവുക? മാക്സിമം റെസിസ്റ്റൻസ് വരുന്നത് RS ആണ്. RS കണ്ടുപിടിക്കാൻ സിമ്പിൾ ആണ്. എല്ലാം ആഡ് ചെയ്താൽ മതി. 2 + 2 + 2 + 2 = 8 ഓം ആയിരിക്കും മാക്സിമം റെസിസ്റ്റൻസ് വരുന്നുണ്ടാവുക. 8 ഓം ആയിരിക്കും മാക്സിമം റെസിസ്റ്റൻസ്. അപ്പൊ മാക്സിമം റെസിസ്റ്റൻസ് ആണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഈസി ആയിട്ട് ആഡ് ചെയ്താൽ മതി. ഡയറക്റ്റ് ആഡ് ചെയ്യുക. അത് സീരീസ് കണക്ഷൻ ആണ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. ഓക്കെ. കാൽക്കുലേറ്റ് ദ ഇക്വലന്റ് റെസിസ്റ്റൻസ് ഓഫ് ദ ഫോളോയിങ് സർക്യൂട്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് നോക്കണം. ഇവിടെ ഈ ഫിഗർ തന്നിട്ട് ഇതിന്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ നോക്കുക, ഇവിടെ ഓരോന്നിന് നമുക്കൊരു നെയിം ചെയ്യാം. ഇത് R1, R2, R3, R4, R5. ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നോക്കണേ, ഇതും തമ്മിൽ അല്ലെ? ഇവിടെ എന്താണ്? R2 ആൻഡ് R3 ആർ ഇൻ പാരലലാണ്. ഇത് പാരലലായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഇതാ ഈ രണ്ടെണ്ണം അല്ലെ? അതിന്റെ മുമ്പ് ഇത് രണ്ടും എങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ളത്? അതിന്റെ മുമ്പ് അത് നോക്കാം നമുക്ക്. അതെങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ളത്? അത് സീരീസാ. അതായത് ഇവന്മാർ രണ്ടാളും സീരീസ്. അപ്പൊ അവിടുന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആരൊക്കെ സീരീസ്? R3 R4 സീരീസ് ആണ്. R3 ആൻഡ് R4 ആർ ഇൻ സീരീസ് അല്ലെ? ആർ ഇൻ കണക്റ്റഡ് ഇൻ സീരീസ്. സോ സീരീസിൽ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും സീരീസിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെ പെട്ടെന്ന് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റുക? സീരീസിൽ കണക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നോക്കി നോക്കാം. എന്താ ഡയറക്റ്റ് ആയിട്ട്. അപ്പൊ ഞാനിതിനൊരു RK എന്ന് വിളിക്കുകയാണ്. RK ആണ് ഇത് കംപ്ലീറ്റ്. ഇത് കംപ്ലീറ്റ് RK എന്ന് വിളിച്ചു സാറ്. അപ്പൊ ഈ RK എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇത് രണ്ടും ആഡ് ചെയ്യുക. 10 + 10 20 ഓം. അപ്പൊ RK നമുക്ക് 20 കിട്ടി. അതായത് ഈ ബോക്സിന്റെ ഉള്ളത് സീരീസിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇനി നോക്കുക, ഇതും എങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ളത്? പാരലാണ്. അതായത് RK എന്ന് പറഞ്ഞതും മുകളിൽ R2 ആൻഡ് RK ഇൻ പാരലൽ. ഇത് രണ്ടും പാരലാണ്. സോ അത് രണ്ടും പാരലൽ ആയതുകൊണ്ട് ഞാൻ അതിനെ RP എന്ന് വിളിക്കുകയാണ്. RP = എങ്ങനെയിരിക്കും? പാരലൽ ആയതുകൊണ്ട് നമുക്കറിയാം ഇത് ഇവിടെ 20 ആണ്. R1 × R2 / R1 + R2. 20 × 20 / 20 + 20. അപ്പോ 40 ആണ്. കട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2 × 40/4 എന്ന് പറഞ്ഞാൽ 10 ഓം എന്ന് കിട്ടും. സോ ഇവിടെ ടോട്ടൽ നമുക്ക് 10 ഓം എന്ന് കിട്ടി. RP ഇവിടെ ടോട്ടൽ ആട്ടോ. ഇവിടെ ടോട്ടൽ 10 ഓം അവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ടേ, ഇതും ഇപ്പോ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള R1, RP ആൻഡ് R5 ഇവര് മൂന്നാളും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവനും ഇതും കംപ്ലീറ്റും ഇത് മൂന്നും എങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ളത്? സീരീസിലാണ്. അപ്പൊ നന്നായിട്ട് നോക്കേണ്ടി വരും ഫിഗറിൽ. ഇത് സീരീസിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അത് നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്താൻ പറ്റുള്ളൂ. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്താൽ മതി? ടോട്ടൽ റെസിസ്റ്റൻസ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ R ഈക്വലൻസ് എന്ന് പറയില്ലേ? ഈക്വലൻസ് റെസിസ്റ്റൻസ് പറഞ്ഞാൽ ഇത് മൂന്നും കൂട്ടുക. ഏതൊക്കെയാ? R1 RP R+, R1 + RP +
R5 ഏതൊക്കെയാണ്? R1 മീൻസ് 10 പ്ലസ് RP എന്ന് പറഞ്ഞാൽ 10 20. അപ്പൊ ടോട്ടൽ എത്ര കിട്ടുക? 40 ഓം ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക. 40 ഓം. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 3 റെസിസ്റ്റേഴ്സ് ഓഫ് 10 ഓം, 15 ഓം, 5 ഓം ആർ കണക്റ്റഡ് ഇൻ പാരലൽ. ഫൈൻഡ് ദെയർ ഈക്വലന്റ് റെസിസ്റ്റൻസ്. പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈക്വലന്റ് റെസിസ്റ്റൻസ് കാണാൻ ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ ഇക്വേഷൻ 1/R ഈക്വലൻസ് അല്ലെങ്കിൽ RP ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3. സോ എന്തായിരിക്കും കിട്ടുക? 1/10 പ്ലസ് 1/15 പ്ലസ് 1/5. നമുക്കറിയാം ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടിയിട്ട് എല്ലതും 30 ആക്കാം. അപ്പൊ ഇവിടെ ഇൻറ്റു 3, ഇവിടെ ഇൻറ്റു 3, ഇവിടെ ഇൻറ്റു 2, ഇവിടെ ഇൻറ്റു 2, ഇവിടെ ഇൻറ്റു 6, ഇവിടെ ഇൻറ്റു 6. എന്ത് ചെയ്തു? താഴെ എല്ലാം ഈക്വൽ ആക്കി. അങ്ങനെയാണെങ്കിൽ 1/R ഈക്വലൻസ് ഈക്വൽ ടു എന്തായി? താഴെ കംപ്ലീറ്റ് 30 ആയി, മുകളിൽ 3 പ്ലസ് 2 പ്ലസ് 11 ആയി. നമുക്ക് കിട്ടേണ്ടത് എന്താ? R ഈക്വലൻസ് ആണ്. R ഈക്വലൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നേരെ റെസിപ്രോക്കൽ എടുക്കുക. 1/R ആണ് 11/30. അപ്പൊ 30/11 ചെയ്താൽ എന്ത് കിട്ടും? 2.73 ഓം എന്ന് കിട്ടും. 2.73 ഓം എന്ന് കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. ഇനി നോക്കുക 23rd ക്വസ്റ്റ്യൻ. റൈറ്റ് ദ ഫോർമുല ഫോർ ഡിറ്റർമൈനിങ് the equivalent resistance between A, B of the two combinations 1 and 2. 3 resistors R1, R2, R3 arranged as follows. നമ്മളോട് പറഞ്ഞത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് ഇത് ഈക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഫോം ചെയ്യാനാണ്. ഫസ്റ്റത്തെ ഇതിന്റെ ഈക്വലൻസ് റെസിസ്റ്റൻസ് പറഞ്ഞാൽ സീരീസിലാണ് ഇത് കണക്ട് ചെയ്തിട്ടുള്ളത്. സോ ആർ ഈക്വലൻസ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാൻ സിമ്പിളാ. R1 പ്ലസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് R2 പ്ലസ് R3 എക്സെട്ര. ഇങ്ങനെയാണ് ഈക്വലൻസ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. രണ്ടാമത്തെ ഫിഗർ കണ്ടാൽ തന്നെ അറിയാം. സെക്കൻഡ് ഫിഗർ എന്ന് പറഞ്ഞാൽ എന്താ? അത് പാരലൽ ആയിട്ട്. ഫസ്റ്റത്തെ ഫിഗർ എന്തായിട്ടാ കൊടുത്തിട്ടുള്ളത്? സീരീസ് ആണ്. സെക്കൻഡത്തെ ഫിഗർ കൊടുത്തിട്ടുള്ളത് പാരലൽ ആയിട്ടാണ്. പാരലൽ ആണെങ്കിൽ 1/R അല്ലെ, റെസിപ്രോക്കൽ ആണ് നമ്മൾ എടുക്കുക. അപ്പൊ എന്താ കിട്ടുക? 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 എക്സെട്ര. ഇങ്ങനെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് ദ ഈക്വലന്റ് റെസിസ്റ്റൻസ് ഓഫ് ദ അറേഞ്ച്മെന്റ് 1 and 2 ആർ RS സീരീസും RP പാരലൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. then which one of the following VI graphs is correctly labeled? VI ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ അധിക സമയത്തും എക്സ് ആക്സിൽ തന്നെ കൊടുക്കുക കേട്ടോ. എക്സ് ആക്സിൽ തന്നെ കൊടുത്തിട്ട് വരയ്ക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. കഴിഞ്ഞ ഇതിൽ നമ്മൾ ജസ്റ്റ് ഇവിടെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് വി. അപ്പോൾ എപ്പോഴും വി ഇങ്ങനെ തന്നെ കൊടുക്കുക. NCERT-യിലൊക്കെ അങ്ങനെയാണ് വി എക്സ് ആക്സിൽ തന്നെ കൊടുക്കുക. ഇതിൽ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്ലി ലാബിൾഡ് ജസ്റ്റിഫൈ യുവർ ആൻസർ എന്നാ പറഞ്ഞത്. ഇതിൽ ഏതാ കറക്റ്റ് ആൻസർ? നിങ്ങൾ നോക്കുക, ഏത് സ്ലോപ്പാണ് വലുത് നോക്കുക. അതാ ഇവിടെ RS കൂടുതലാണ്, RP കുറവാണ്. ഇവിടെ RP കൂടുതലാണ്, RS കുറവാണ്. നിങ്ങൾക്ക് എപ്പോഴും അറിയാം ഏതാണ് ഏറ്റവും കൂടുതൽ വരിക? RS ആണ് അല്ലെ. സീരീസിൽ കണക്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ വരിക. ബിക്കോസ് ടോട്ടൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെ, ടോട്ടൽ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്ന എവിടെയാണ്? സീരീസിലാണ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സീരീസ് കൂടുതൽ, ഇവിടെ നോക്കുമ്പോൾ പാരലൽ കൂടുതൽ. അപ്പൊ ഏതാ കറക്റ്റ് ആൻസർ? ഫസ്റ്റത്തെ ഫിഗർ ആണ് കറക്റ്റ് ആൻസർ. സോ ഈ ഫിഗർ ആണ് കറക്റ്റ് ആൻസർ. ബിക്കോസ് ദ സ്ലോപ്പ് ഓഫ് VI ഗ്രാഫ് ഗിവ്സ് ദ റെസിസ്റ്റൻസ് അല്ലെ. VI ഗ്രാഫ് നിന്ന് നമുക്ക് കിട്ടുന്ന സ്ലോപ്പ് എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ആണ്. ദ ഗ്രേറ്റർ സ്ലോപ്പ് ഗ്രേറ്റർ വിൽ ബി ദ റെസിസ്റ്റൻസ്. വി നോ ദ റെസിസ്റ്റൻസ് ഇൻ സീരീസ് ഗ്രേറ്റർ ദാൻ ഓഫ് റെസിസ്റ്റൻസ് ഇൻ പാരലൽ. സോ ഗ്രാഫ് 1 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഗ്രാഫ് 1 ഈസ് ദ കറക്റ്റ് ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 24. ഇൻ ദ സർക്യൂട്ട് ഗിവൺ ബിലോ the resistors R1, R2 and R3 have the values 10 ohm, 20 ohm and 30 ohm respectively, which have been connected to a battery 12 volt. Calculate the current through each resistor, total circuit of the resistance and total current in the circuit. അത്രയും കാര്യങ്ങളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഒരു കാര്യം നോക്കുക, എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? റെസിസ്റ്റേഴ്സ് തന്നിട്ടുണ്ട്. R1 എന്ന് പറഞ്ഞാൽ 10 ohm ആണ്, R2 എന്ന് പറഞ്ഞാൽ 20 ohm ആണ്, R3 എന്ന് പറഞ്ഞാൽ 30 ohm.
പിന്നെ വോൾട്ടേജ് 12 വോൾട്ടും തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാം ഈ ഫിഗർ കാണുമ്പോൾ തന്നെ നോക്കിയാൽ അറിയാം ഈ റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിട്ടുള്ളത് പാരലൽ ആയിട്ടാണ്. സോ കറന്റ് ത്രൂ ഈച്ച് റെസിസ്റ്റർ പാരലൽ കണക്ട് ചെയ്യുമ്പോൾ ഓരോ റെസിസ്റ്റേഴ്സിലെയും കറന്റിന് ചേഞ്ച് ഉണ്ടാവും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചിട്ടുള്ളത് കറന്റ് ആണ്. കറന്റ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമുക്കറിയാം R1 കറന്റ് കണ്ടുപിടിക്കണം. അപ്പൊ I ഈക്വൽ ടു V ബൈ R ആണ്. V എന്ന് പറഞ്ഞ എല്ലാത്തിലൂടെയും സെയിം ആയിരിക്കും. അപ്പൊ 12 ബൈ I1 എന്ന് പറഞ്ഞാൽ 12/10 ആണ്. സോ I1 12/10, I2 എന്തായിരിക്കും 12/20, I3 എന്ന് പറഞ്ഞാൽ 12/30 ആയിരിക്കും. സോ ആൻസർ എന്തായിരിക്കും 1.2 ആയിരിക്കും. ഇവിടെ 12/20 പറഞ്ഞാൽ 6/10 0.6 ആയിരിക്കും. ഇവിടെ നമുക്ക് 3 കൊണ്ട് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 4/10 എന്ന് കിട്ടും. സോ 0.4 ഓം. ഇതാണ് ഫസ്റ്റത്തെ ആൻസർ. ഓരോന്നിലൂടെയും കറന്റ് ഡിഫറെന്റ് ആണ്. കറന്റ് എന്താണ് 1.2, 0.6, 0.4. ഇനി ബി ക്വസ്റ്റ്യൻ എന്തായിരുന്നു വരുന്നത്? ബി ക്വസ്റ്റ്യൻ ടോട്ടൽ സർക്യൂട്ട് റെസിസ്റ്റൻസ്. നമുക്കറിയാം പാരലൽ ആണ്. പാരലൽ ആയതുകൊണ്ട് ടോട്ടൽ സർക്യൂട്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ RP = 1/R, 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3. നമുക്കറിയാം 30 ആണ് വരുന്നത്. എല്ലാത്തിനും സെയിം ആക്കാൻ വേണ്ടിയിട്ട് 60യിലാണ് സെയിം ആവുക. അപ്പൊ ഇവിടെ × 2, ഇവിടെ × 3, ഇവിടെ × 6. താഴെ എല്ലായിടത്തും 60 ആയി. അപ്പൊ 1/RP = 6. എല്ലായിടത്തും 60 ആയി. ഇവിടെ മുകളിൽ ആഡ് ചെയ്താൽ 6 + 3 + 2 11. സോ RP = 60/11 എന്ന് വരും. 60/11 എന്ന് പറഞ്ഞാൽ 5.45 ഓം എന്ന് കിട്ടും. 5.45. ഇതാണ് ടോട്ടൽ റെസിസ്റ്റൻസ് നമുക്ക് വരുന്നത്. ടോട്ടൽ റെസിസ്റ്റൻസ് ഇൻ ദ സർക്യൂട്ട്. ഇനി സി ക്വസ്റ്റ്യൻ ടോട്ടൽ കറന്റ് ഇൻ ദ സർക്യൂട്ട് ആണ്. ഇത് മൂന്നും ആഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാതെ സി ക്വസ്റ്റ്യൻ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കുക. ഇതിൽ ടോട്ടൽ കറന്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. വിയും റെസിസ്റ്റൻസും തമ്മിൽ ഡിവൈഡ് ചെയ്താലും ആൻസർ കിട്ടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഈ കറന്റ് ഫുൾ ആഡ് ചെയ്യുക. 1.2, 0.6, 0.4 ഇത് ആഡ് ചെയ്താൽ മതി. അപ്പൊ ടോട്ടൽ കറന്റ് എന്ന് പറഞ്ഞാൽ 1.2 പ്ലസ് 0.4 പ്ലസ് 0.6. 0.6ഉം 0.4ഉം 1 ആണ്. അപ്പൊ ഇതിലോട്ട് ആഡ് ചെയ്താൽ 2.2 ആംപിയർ ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഇവിടെ കറന്റ് I = V/R ആണ്. V എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും സെയിം ആണ്, 12 ആണ്. R നമ്മളിപ്പോ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു, 60/11 കണ്ടുപിടിച്ചു. ഈ 11 എന്താവും മുകളിലെത്തും. അപ്പോ /60. 60 ഇനി നമ്മൾ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താഴെ 11/5 എന്ന് വരും. അത് 2.2 ആംപിയർ തന്നെയാണ്. എങ്ങനെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും.